BJP നമ്മുടെ കോർപ്പറേഷനിൽ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയൊരു അതിശയമാണ്. കാരണം ഒരിക്കലും എത്തില്ല എന്ന് പലരും പിന്തുണയ്ക്കുന്നതാണ്. താമര വിധിയില്ല എന്ന് എല്ലാ പ്രമുഖ നേതാക്കളും പറഞ്ഞിടത്താണ് നമ്മുടെ ആര്യ രാജേന്ദ്രന്റെ ഒരുപാട് വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ച് BJPക്ക് ആ ഭരണം കൊടുത്ത മുതലാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. അതിന് നന്ദി പറയണം നമ്മൾ. വേറെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മളൊരു അഭിപ്രായം എടുക്കാനായിട്ട് പോയിരുന്നാൽ പോലും പലർക്കും പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വരാം, എന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് ചോദിക്കാനായിട്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം അതുല്യ. നമ്മൾ കാത്തിരുന്ന ഒരു നല്ലൊരു വിജയമാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല ജനങ്ങൾ മുഴുവൻ കാത്തിരുന്ന ഒരു വിജയമാണ് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം 10-20 വർഷത്തിലേറെയായിട്ട് CPMന്റെ ഭരണമായിരുന്നു. 40 വർഷം അതെ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പം BJP സർക്കാർ വന്നിരിക്കുന്നത്. നമുക്കറിയാം 50 സീറ്റാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയത്. പിന്നെ നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ, അദ്ദേഹം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവര് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം കൂടെ നൽകിയ വോട്ടിലാണ് ഇപ്പൊ BJP അധികാരത്തിലെത്തിയിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും BJP നമ്മുടെ കോർപ്പറേഷനിൽ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വലിയൊരു അതിശയമാണ്. കാരണം ഒരിക്കലും എത്തില്ല എന്ന് പലരും പിന്തുണയ്ക്കുന്നതാണ്. താമര വിധിയില്ല എന്ന് എല്ലാ പ്രമുഖ നേതാക്കളും പറഞ്ഞിടത്താണ് നേതാക്കളെക്കാട്ടിയും അണികളാണെന്ന് തോന്നുന്നു. ഈ ഒരു ഇലക്ഷന് മുൻപ് നമുക്കറിയാലോ വീശുകുട്ടി പറഞ്ഞത് എന്താണെന്ന്, 55-56 സീറ്റ് വരെ CPM പിടിക്കും എന്ന് പറഞ്ഞെടുത്ത് മറിച്ചൊരു വിജയമാണ് ഉണ്ടായത്. കാരണം പല ആളുകളും പല നേതാക്കന്മാരെന്ന് പറയാൻ ചേച്ചി, നമ്മുടെ കേരളത്തില് താമര വിരിയില്ല എന്ന് പറഞ്ഞെടുത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ആയിരുന്നാലും മറ്റു പ്രമുഖ ഹൃദയ ഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അവിടെയുള്ളൊരു പ്രധാന ഒരു കോർപ്പറേഷൻ BJP പിടിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്കൊരിക്കലും നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം VV രാജേഷ് മേയറായിട്ടും ആശാനാഥ് ഡെപ്യൂട്ടി മേയറായിട്ടും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ ഇലക്ഷന് മുൻപ് രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. BJP ജയിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. അദ്ദേഹമായിരിക്കും ഇവരുടെ ഈ മാസ്റ്റർ പ്ലാനുകൾ എന്തൊക്കെ വികസന പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത് അത് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും മോദി ആയിരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റോടെ ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം ആദ്യമായിട്ടാണ് BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി നല്ല രീതിയിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇനിയും അവസരങ്ങൾ ജനങ്ങൾ നൽകുമെന്ന് ഉറപ്പാണ്. അതായത് BJPയുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ 5 വർഷത്തെ കഴിഞ്ഞ മേയറുടെ ഭരണവും ബാക്കി എല്ലാവരുടെയും ഒരുപാട് വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ച് BJPക്ക് ആ ഭരണം കൊടുത്ത മുതലാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. അതിന് നന്ദി പറയണം നമ്മൾ. കാരണം അങ്ങനെ ഒരു ഭരണം കാഴ്ച വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ BJPക്ക് ഇങ്ങനെ ഒരു ഭരണത്തിലോട്ട് കയറാൻ സാധിക്കില്ല. പക്ഷെ BJP വരും, അത് സീറ്റ് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ജനങ്ങളുടെ ഉള്ളിലെ പ്രതിഷേധമാണ് ഇപ്പൊ ഈ വോട്ടായിട്ട് കോർപ്പറേഷനിൽ BJP വന്നിരിക്കുന്നത്. ഇതേ തരംഗം ഒരു പക്ഷേ, ഉറപ്പൊന്നുമല്ല, ഒരു പക്ഷേ നിയമസഭയിലും അലയടിക്കുകയാണെങ്കിൽ നമ്മളെ താമര നിയമസഭയിലും വിരിയും എന്നുള്ളതാണ് തോന്നുന്നത്. ഇതെല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നായി, ഞങ്ങളല്ല. ഈ ഞങ്ങളിപ്പോൾ പറയുന്നതും ജനങ്ങൾ പറയുന്നത് കേട്ട് അവരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഞങ്ങളെ രണ്ടുപേരുടെ അഭിപ്രായമല്ല ഒരിക്കലും ഇത് പറയുന്നത്. ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയുകയാണ്. 40 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചതിന് ഒരു മാറ്റം അവരിൽ നിന്ന് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലായിടത്തും മാറ്റം ആഗ്രഹിച്ചിരുന്നു. എനിക്കൊന്നും ചേച്ചി ഇപ്പം മോദി എത്തുമ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പ്ലാൻ അവതരിപ്പിക്കുന്നത് അന്നായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം വരുന്നത് മെട്രോ റെയിലിനായിരിക്കും എന്ന് തോന്നുന്നു.
കാരണം എല്ലാവരും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ജനുവരി അവസാനത്തോടെയോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തോടെയോ ഈ ഇതിന്റെ DPR സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനകം DPR അന്തിമ തീരുമാനത്തിനായി അയക്കും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലവിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഉറ്റുനോക്കുന്നത് ഈ മെട്രോ റെയിൽ തന്നെയായിരിക്കും. നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം നഗരവും അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു നല്ലൊരു വലിയൊരു വികസനമാണ് ഇത് വരുന്നത്. കാരണം മെട്രോ വരുന്നതോടുകൂടി നമ്മൾ തിരുവനന്തപുരം മെട്രോ ആയി മാറുകയാണ് അല്ലെ. അപ്പോ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് BJPയുടെ ഏറ്റവും വലിയൊരു അവസരമാണ്. നിങ്ങൾ ഇവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചലനം സൃഷ്ടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന നിയമസഭയിൽ കുറച്ച് പറയാനായിട്ട് എല്ലാവരും പറയുന്നത് പോലെ നമുക്ക് ഉറപ്പൊന്നുമില്ല BJP നിയമസഭയിൽ വരും എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും സീറ്റ് പിടിക്കാൻ സാധിക്കും അല്ലേ. അപ്പൊ അതൊരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും. എന്ത് തന്നെയായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങളോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ അതായത് പാറ്റൂരുള്ള ജനങ്ങളോട് ചോദിച്ചാണ് അദ്ദേഹം അഭിപ്രായം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് നല്ലത് ചേച്ചി. കാരണം ഇപ്പൊ നേതാക്കന്മാര് പറയുന്നത് പോലെ ഇപ്പൊ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്കേ അറിയൂ. അവരോട് ചോദിച്ച് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത് അതാണ് ഒരു യഥാർത്ഥ നേതാവ്. അദ്ദേഹം വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് അവരുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പ് ചെയ്യുക. ആ അഭിപ്രായങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റ് അവര് BJPയുടെ അടുത്ത് കാണിച്ചപ്പോൾ അവര് സമ്മതിച്ചു. അങ്ങനെയാണ് നമ്മുടെ വിമതൻ അതിലോട്ട്. പക്ഷെ അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു വലിയൊരു പറയാനായിട്ട് കാരണം അറിയാൻ പറ്റും അദ്ദേഹം ഒരു പത്രപ്രവർത്തകനല്ലേ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുഡൻസ്. കാരണം അദ്ദേഹം പത്രപ്രവർത്തകനായതുകൊണ്ട് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതിനനുസരിച്ച് അദ്ദേഹത്തെ പോലെ തന്നെയാണ് ബാക്കി എല്ലാ കൗൺസിലേഴ്സും ആയിരിക്കുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മളിപ്പോൾ മെട്രോ റെയിലിന്റെ കാര്യം പറഞ്ഞല്ലോ ചേച്ചി. ഈ BJP സർക്കാർ ഇറക്കിയ മാസ്റ്റർ പ്ലാൻ 2040 അനുസരിച്ചാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വികസന പദ്ധതിയാണ് ഈ NH47 എന്ന് പറയുന്നത്. നമുക്കറിയാം ബൈപ്പാസ് എന്നിവിടങ്ങളിൽ 2 ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് ഇടനാഴികൾ പണിയുക എന്നതാണ് ഇവരിതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ഗതാഗത കുരുക്കും പല സമയത്തും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കാറില്ല. എത്രയൊക്കെ റോഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോലും അതിന്റെ അവസ്ഥ നമുക്കറിയാം. അത്രയ്ക്ക് തിക്കും തിരക്കുമാണ് ഇന്ന് റോഡിലുള്ളത്. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ റോഡിന്റെ മോശമായിട്ടുള്ള അവസ്ഥ കാരണം അതിനെക്കാട്ടിയും പരിതാപകരം ആവാറുണ്ട്. അപ്പം അതിനെല്ലാം ഒരു എന്തായാലും ഒരു ബദലായിട്ട് അതിനെല്ലാം ഒരു നീക്കുപോക്കായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരമായിരിക്കും ഈ ഒരു NH47 എന്ന് പറയുന്ന മോദി സർക്കാരിന്റെ ഈ ഒരു പദ്ധതി. തീർച്ചയായിട്ടും ഈ ഒരു കാര്യവും മോദി വരുന്നതിലൂടെ എല്ലാവരും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറയുന്നത്. നമുക്കറിയാം കേന്ദ്രവും സംസ്ഥാനവും 50-50 പകുതി ഷെയർ നമ്മുടെ കേന്ദ്രം ഇടും, പകുതി ഷെയർ സംസ്ഥാന സർക്കാർ ഇട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്നാണ് മറ്റൊരു വേറൊരു കാര്യം ഉറപ്പാണ് അതുല്യ. അതായത് ടോയ്ലറ്റ് സംവിധാനം അദ്ദേഹം ഉറപ്പായിട്ട് ചെയ്യും. കാരണം അത് വേണം, ഉറപ്പായിട്ടും വേണമെന്നാണ്. കാരണം ഞങ്ങള് പല പബ്ലിക് ഒപ്പീനിയൻസ് എടുക്കുമ്പോൾ നമ്മൾ ആ കിഴക്കേക്കോട്ട ഭാഗത്തോട്ടൊന്ന് പോയാൽ ഏറ്റവും വലുത് വ്യാപാരികളും ആൾക്കാരുമായിട്ട് ഒരുപാട് പേര് വന്നു പോകുന്ന സ്ഥലമാണ്. കാരണം വേറെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മളൊരു അഭിപ്രായം എടുക്കാനായിട്ട് പോയിരുന്നാൽ പോലും പലർക്കും പറയാനുള്ളത് ആദ്യം നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വരാം, എന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ചോദിക്കാനാണ് പല വ്യക്തികളും ഒബ്വിയസ്ലി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഒരുപാട് വിദേശികളുണ്ട്. പിന്നെ അവിടെ തന്നെ വ്യാപാരികൾ, ഈ ചില്ലറ കടകളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് അല്ലെങ്കിൽ വന്നു പോകുന്ന ആൾക്കാർക്ക് ഇവർക്ക് ആർക്കും തന്നെ ഒരു ടോയ്ലറ്റ്, സ്ത്രീകളാണ് കൂടുതലും വരുന്നത്, പുരുഷന്മാരാവുന്നതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, റോഡ് സൈഡിൽ പോകുമ്പോഴേ
അതെന്താണ് ചെയ്യുന്നത്? മലിനമാവുകയാണ് ചെയ്യുന്നത്. ഇത് ചവിട്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്നതെന്ന് ഓർക്കുക. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ദിവസം എത്ര ഭക്തരാണ്. ഇപ്പം ശബരിമല ആ ഒരു സീസൺ ആയതുകൊണ്ട് എത്രത്തോളം പേരാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കിയാൽ തന്നെ മനസ്സിലാവും. പ്രശ്നമുണ്ട്. അത് പോയിട്ടല്ല, എത്ര ചെറുകിട കച്ചവടക്കാരാണ് സിറ്റി ഏരിയയിൽ വരുന്നത്. അപ്പൊ അവർക്കെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റ് പോലും അവര് പറഞ്ഞിരിക്കുന്നത് അതിനെ അടച്ചുപൂട്ടി. നമ്മുടെ KSRTCയും പുരാവസ്തുക്കാരും കൂടെ അത് അടച്ചുപൂട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ടോയ്ലറ്റ് സംവിധാനത്തിന് എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ വേറൊരു പബ്ലിക് കമ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് പോയി ഇപ്പം എന്തായാലും BJP ആ ഒരു ഗവൺമെന്റ്, കാരണം BJP സർക്കാർ നമുക്ക് അല്ല അധികാരത്തിൽ വരുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടതില്ല. നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു സംവിധാനം അവരെന്തായിരുന്നാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് ജനങ്ങൾ അത്രയും ഉറപ്പ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കൗൺസിലേഴ്സ് അത് ചെയ്യാനും ബാധ്യസ്ഥരാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഈ സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് റോഡോ ഒന്നുമല്ല, അവരാഗ്രഹിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പാർട്ട്മെന്റ് ആണ്. അതിന് വേണ്ട ഒരു ഇത് രണ്ടുമാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ഈ നഗരത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. ഒന്ന് ടോയ്ലറ്റ് സംവിധാനം, ഒന്ന് പാർക്കിങ്ങിന്റെ വലിയ പ്രശ്നമാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഉള്ള ടൂറിസ്റ്റുകളെല്ലാം വന്നിറങ്ങിയപ്പോൾ വണ്ടികൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും പൊതുവഴിയിൽ, അതായത് മെയിൻ റോഡിലൊക്കെയാണ് ബ്ലോക്ക് ചെയ്തിട്ട് പോകണം, അല്ലാതെ വേറെ സ്ഥലമില്ല. അപ്പൊ പാർക്കിംഗ് സംവിധാനവും ഇത് രണ്ടും വളരെ വളരെ പ്രധാനമുള്ള ഒരെണ്ണമാണ്. അത് നിങ്ങൾ അധികാരികൾ ഇത് കാണുമെന്നോ അല്ലെങ്കിൽ ഇത് കണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. BJP വന്നതോടെ എന്തായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മോദി അവതരിപ്പിക്കാൻ പോകുന്ന വികസന പ്ലാനിൽ ഇതും ഉൾപ്പെടുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. അത് മാത്രമല്ല, റോഡുകളുടെ വികസനമായിരുന്നാലും സ്കൂൾ, മറ്റ് പല കാര്യങ്ങളുണ്ടല്ലോ, എല്ലാത്തിന്റെയും വികസനമായിരുന്നാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിരിക്കുകയാണ്. ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആശംസിക്കുന്നത്. എന്തായാലും പുതിയ നല്ലൊരു വിഷയവുമായി, നല്ലൊരു ചർച്ചയുമായി വീണ്ടും വരേക്കും ബൈ.